ഗ്രീൻലാൻഡ് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യ ഭീഷണിക്ക് പിന്നാലെ യുഎസുമായി ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് ഡെൻമാർക്ക് തയ്യാറെടുത്തിരുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. 2024 തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ട്രംപ് നടത്തിയ ഹാർഡ്വേ പരാമർശത്തെ തുടർന്ന് ഗ്രീൻലാൻഡിലെ റൺവേകൾ തകർക്കാനുള്ള സ്ഫോടക വസ്തുക്കളും പരിക്കേൽക്കുന്ന സൈനികർക്കായി രക്തശേഖരവും ഡെൻമാർക്ക് വിമാനമാർഗം ദ്വീപിലെത്തിച്ചതായി ഡാനിഷ് പബ്ലിക് ബ്രോഡ്കാസ്റ്റായ DR റിപ്പോർട്ട് ചെയ്തു. 1940 ഏപ്രിലിന് ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ പ്രതിസന്ധിയാണിതെന്ന് ഡാനിഷ് പ്രതിരോധ വൃത്തങ്ങൾ വിശേഷിപ്പിച്ചു. അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ തടവിലാക്കി ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയ സംഭവം യൂറോപ്യൻ രാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു. വെനസ്വേലയിൽ സംഭവിച്ചത് ഗ്രീൻലാൻഡിലും ആവർത്തിക്കുമെന്ന് ഭയന്നാണ് ഡെൻമാർക്ക് അടിയന്തര പ്രതിരോധ നടപടികളിലേക്ക് കടന്നത്. റഷ്യൻ ചൈനീസ് കപ്പലുകൾ ഗ്രീൻലാൻഡ് ലക്ഷ്യമിടുന്നുണ്ടെന്നും ദേശീയ സുരക്ഷയ്ക്കായി ദ്വീപ് അമേരിക്കയ്ക്ക് വേണമെന്നാണ് ട്രംപ് വാദിച്ചത്. 2 മാസത്തിനുള്ളിൽ ഗ്രീൻലാൻഡ് വിഷയം പരിഹരിക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു. അമേരിക്കൻ അധിനിവേശം തടയാൻ ഫ്രാൻസ്, ജർമ്മനി, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഡെൻമാർക്ക് ഒരു യൂറോപ്യൻ സഖ്യം രൂപീകരിച്ചു. ഓപ്പറേഷൻ ആർട്ടിക് എൻഡുറൻസ് എന്ന പേരിൽ ഒരു സംയുക്ത സൈനികാഭ്യാസം എന്ന നിലയിലാണ് സൈന്യത്തെ വിന്യസിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് US അധിനിവേശത്തെ നേരിടാനുള്ള നീക്കമായിരുന്നു. ന്യൂക്ക്, കാങ്കർ ലൂവിസ്ക എന്നിവിടങ്ങളിൽ അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങളും സായുധ സൈനികരെയും വിന്യസിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഒരു നിരീക്ഷണ ഉദ്യോഗസ്ഥനെ അയച്ചപ്പോൾ കര, വ്യോമ, നാവിക സേനകളെ അയച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ശക്തമായ പിന്തുണ നൽകി. യൂറോപ്യൻ സഖ്യം ഗ്രീൻലാൻഡിൽ നിലയുറപ്പിച്ചത് അറിഞ്ഞ ട്രംപ് സഖ്യകക്ഷികൾ അപകടകരമായ കളി കളിക്കുകയാണെന്ന് ആരോപിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ വ്യാപാര നികുതികൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. എന്നാൽ സൈനികമായ ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത കണക്കിലെടുത്ത് ട്രംപ് പിന്നീട് ബലപ്രയോഗത്തിലൂടെ ദ്വീപ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പകരം അടിയന്തര ചർച്ചകളിലൂടെ ഒരു ഒത്തുതീർപ്പിലെത്താനാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത്. അതേസമയം ഇറാന്റെ നേർക്ക് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഉടനെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തില്ലെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ക്യൂബ പിടിച്ചെടുക്കാൻ അമേരിക്ക അടുത്തതായി ശ്രമം നടത്തും എന്നാണ് റിപ്പോർട്ട്. ക്യൂബയുടെ ഇപ്പോഴത്തെ സ്ഥിതി മോശമായ സാഹചര്യത്തിൽ അതുകൂടി ഫലപ്രദമായി മുതലെടുക്കാനാണ് അമേരിക്കയുടെ ശ്രമം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ സൈന്യം സജ്ജമായി കഴിഞ്ഞു.